നമസ്കാരം. ലോകത്തെവിടെയും ഇപ്പോൾ ഹിന്ദുക്കളോട് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ നടത്തുന്ന ക്രൂരതകളാണ്. ഓരോ ദിവസവും ഇത്തരം വാർത്തകളാണ് പുറത്തുവരുന്നത്. അടുത്തിടെയാണ് ബംഗ്ലാദേശിൽ ക്ഷേത്രത്തിൽ അതിക്രമിച്ചു കയറി സരസ്വതി ദേവിയുടെ വിഗ്രഹം തകർത്ത ഇസ്ലാം മതമൗലികവാദിയെ ഹിന്ദു വിശ്വാസികൾ പിടികൂടി എന്നൊരു വാർത്ത പുറത്തുവന്നത്. ബംഗ്ലാദേശിലെ ഫരീദ്പൂർ നഗരത്തിലെ കാളി ക്ഷേത്രത്തിലായിരുന്നു ഈ സംഭവം നടന്നത്. 32 വയസ്സുള്ള മുഹമ്മദ് മിറാജുദ്ദീൻ ക്ഷേത്രത്തിൽ അതിക്രമിച്ചു കയറി നിർമ്മാണത്തിലിരുന്ന സരസ്വതി ദേവിയുടെ വിഗ്രഹം നശിപ്പിക്കുകയായിരുന്നു. ശബ്ദം കേട്ട് സമീപത്ത് താമസിച്ചിരുന്ന ഹിന്ദു വിശ്വാസികൾ എത്തിയാണ് മിറാജുദ്ദീനെ പിടികൂടിയത്. തുടർന്ന് ഇയാളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയിട്ടുമുണ്ടായിരുന്നു. എന്നാൽ ഈ സംഭവത്തിന്റെ ചൂട് മാറുന്നതിന് മുൻപ് തന്നെ ഇപ്പോഴിതാ ഇസ്ലാമിസ്റ്റുകൾ വീണ്ടും അവരുടെ അതിക്രമങ്ങൾ തുടരുകയാണ്. ഉത്തർപ്രദേശിലെ സീതാപൂർ ജില്ലയിലെ മാൻപൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വിധവയായ ഹിന്ദു സ്ത്രീയെ ഒരു കൂട്ടം മുസ്ലിം യുവാക്കൾ കൂട്ടബലാത്സംഗം ചെയ്തു. ഈ ഒരു വാർത്ത ഇപ്പോൾ പുറത്തുവരുന്നു. യുവതിയുടെ നില ഗുരുതരമായി തുടരുകയാണെന്നും അവരെ സീതാപൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണെന്നും മാൻപൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ ക്രൂരമായ കുറ്റകൃത്യം നടന്നതെന്നാണ് വിവരം. ബാദിർ, ആരിഫ്, ബിദാബുസ്തു എന്നിവരാണ് പ്രതികൾ. ഗൂഢാലോചനയുടെ ഭാഗമായി ഇവർ മൂന്നും സ്ത്രീ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നപ്പോൾ അവരെ പിടികൂടി ബലാത്സംഗം ചെയ്തു. കുറ്റകൃത്യം ചെയ്ത ശേഷം പ്രതികൾ സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ടു. സംഭവം അറിഞ്ഞയുടൻ നാട്ടുകാർ പോലീസിൽ വിവരമറിയിച്ചു. പോലീസ് ഉടൻ തന്നെ സ്ത്രീയെ CSC മാൻപൂർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും നില വഷളായിക്കൊണ്ടിരിക്കുന്നു. നില ഗുരുതരമാണെന്ന് കണ്ട ഡോക്ടർമാർ അവരെ സീതാപൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. അതേസമയം പ്രതികൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും അവരെ അറസ്റ്റ് ചെയ്യാൻ റെയ്ഡുകൾ നടത്തുകയാണെന്നും അഡീഷണൽ പോലീസ് സൂപ്രണ്ട് പ്രകാശ് കുമാർ പറഞ്ഞു. പ്രതികളെ ഉടൻ തന്നെ ജയിലിൽ അടയ്ക്കുമെന്നും കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് സർക്കാർ സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് കർശന നടപടികൾ തുടർച്ചയായി സ്വീകരിച്ചു വരികയാണ്. സംസ്ഥാനത്തുടനീളം സ്ത്രീ സുരക്ഷ സംബന്ധിച്ച് മുഖ്യമന്ത്രി അടുത്തിടെ കർശന നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു. എന്നാൽ ചില മുസ്ലിം മേഖലകളിൽ കുറ്റവാളികൾ ഇപ്പോഴും അഴിഞ്ഞാടുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഈ സംഭവത്തിനു ശേഷം പ്രദേശത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും ഫാസ്റ്റ് ട്രാക്ക് കോടതിയിൽ വിചാരണ നടത്തണമെന്നും പ്രാദേശിക ഹിന്ദു സംഘടനകൾ ആവശ്യപ്പെട്ടു. പ്രതികളെ എത്രയും വേഗം അറസ്റ്റ് ചെയ്ത് കഠിനമായ ശിക്ഷ നൽകണമെന്ന് ആളുകൾ സീതാപൂർ പോലീസിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. അതേസമയം സംസ്ഥാനത്തെ എല്ലാ സ്ത്രീകൾക്കും സുരക്ഷ ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് സ്ത്രീകളെ ആക്രമിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നവരുടെ പോലും നാശം ഉറപ്പാക്കുമെന്നത് തന്നെയാണ് യോഗിയുടെ നിലപാട്. അതുകൊണ്ട് തന്നെ ഈ പ്രതികൾക്കെതിരെ ശക്തമായ നിലപാട് തന്നെ യോഗി സർക്കാർ സ്വീകരിക്കുമെന്നത് വ്യക്തമാണ്. കൂടാതെ സംസ്ഥാനത്തെ സ്ത്രീകൾക്ക് സംരക്ഷണവും ശാക്തീകരണവും ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ഇത് തങ്ങളുടെ പ്രതിജ്ഞയും വാഗ്ദാനവുമാണെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്.